ഇപ്രാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴുണ്ടല്ലോ ഏട്ടന് ഒരു പാക്കറ്റ് പാനിപ്പൂരി എടുത്തുകൊണ്ട് വന്നു. വറുത്ത് വെച്ച ഉണ്ട മരത്തിലുള്ള പാനിപ്പൂരി അല്ല കേട്ടോ, ഈ വറക്കാൻ പാകത്തിനുള്ളതുണ്ടല്ലോ. അത് 69 രൂപയ്ക്ക് 2 പാക്കറ്റ് കിട്ടിട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന വശം തന്നെ ഇതിന്റെ പണിപ്പുരയിലേക്ക് അങ്ങോട്ട് കടന്നു. പാത്തുട്ടിയുടെ സ്കൂളിൽ നിന്ന് 4 മണിക്ക് വിളിക്കാൻ പോകുമ്പോഴാണ് കേട്ടോ ഈ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാറ്. അപ്പൊ അതിൽ പോണേക്കാട്ടിലും മുമ്പ് തന്നെ ഞാൻ കുറച്ച് കടൽ എടുത്തിട്ടേ ചൂടുവെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരുന്നു. എന്താ ചൂടുവെള്ളത്തിൽ വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8-9 മണിക്കൂറെങ്കിലും കുതിർത്താലല്ലേ കടല കുറച്ചൊന്ന് വീർത്ത് കിട്ടുള്ളൂ. ചൂടുവെള്ളത്തിലാവുമ്പോ പെട്ടെന്ന് ആയിക്കൊള്ളുമല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് അങ്ങനെ ചെയ്തത്. പാചകത്തിന്റെ തുടക്കം തന്നെ ഉണ്ടല്ലോ 2 പൊട്ടാറ്റോ പീൽ ചെയ്തതും പിന്നെ ഈ മുക്കി വെച്ച കടലും കൂടി കുക്കറിലോട്ട് ഇട്ടു. എന്നിട്ട് ഇച്ചിരിക്കോളം വെള്ളവും ലേശം ഉപ്പും ഇട്ടിട്ട് ഒരു വിസിൽ വരുന്ന വരെ ലിഡ് അടിച്ച് ഗ്യാസും വെച്ചു. നെക്സ്റ്റ് അപ്പുറത്തെ സ്റ്റവില് അപ്പച്ചട്ടി വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു. എന്നിട്ട് എണ്ണ അങ്ങോട്ട് തിളച്ചപ്പോഴേ കുഞ്ഞു കുഞ്ഞു പൂരീസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എല്ലാം നല്ല റൗണ്ട് ഷേപ്പ് ആയിട്ട് വന്നുട്ടാ. എനിക്ക് ഈ കാര്യത്തിൽ തീരെ അങ്ങോട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൂടെ. ഇനി അടുത്തത് എന്താ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ കുഞ്ഞു ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലും പിന്നെ ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇച്ചിരിക്കോളം വെള്ളം ഒഴിച്ചിട്ടേ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തു. ഇനി മിക്സർ ഒരു ബൗളിലോട്ട് മാറ്റുക. എന്നിട്ട് 2 ഇരട്ടി വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ടേ ഒരു 1/2 സ്പൂൺ മുളക് പൊടിയും ജീരകപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അവസാനം ഇതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെ പാനിപൂരിയിലത്തെ പച്ച കളർ വെള്ളം റെഡിയായി. ഇനി അടുത്തത് ടാമറിൻ വാട്ടർ നമുക്ക് റെഡിയാക്കണം. അതിനായിട്ട് കോൽപ്പുള്ളി വരണിന്ന് എടുത്തിട്ട് ഞാൻ സോസ് പാനിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു. തിളച്ച് ഇങ്ങനെ നന്നായിട്ട് വറ്റി ചെറുതായിട്ടൊരു കുറുകണ രൂപത്തിലൊക്കെ ആവില്ലേ, അങ്ങനെ ആയി വന്നപ്പോൾ ഞാൻ അരിപ്പി എടുത്തിട്ട് ആ ചണ്ടൊക്കെ ഉണ്ടല്ലോ അരിച്ചങ്ങോട്ട് മാറ്റി. എന്നിട്ട് ബാക്കിയുള്ള ലിക്വിഡിൽ കുറച്ച് ശർക്കരപ്പൊടി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് ലേശം ഉപ്പും ഇച്ചിരി കുളം മുളക് പൊടിയും ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്യുക ഇതിലോട്ട്. അങ്ങനെ ഈ പാനീയം റെഡിയായി. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പൊട്ടാറ്റോ മസാല. അതിനായിട്ട് ബോയിൽ ചെയ്ത് വെച്ച പൊട്ടാറ്റോവും കടലയും കൂടി ഒരു പ്ലേറ്റിലോട്ട് ഇട്ടു. എന്നിട്ട് പൊട്ടാറ്റോ നന്നായിട്ട് അങ്ങോട്ട് സ്മാഷ് ചെയ്തു. കടലയും ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവോള അങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി, പിന്നെ ചാട്ട് മസാല വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ആ സംഭവമേ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഞെരടി എടുക്കുക. ഇത്രയുള്ള കേട്ടോ സംഭവം. ഇനി പാനിപൂരിയുടെ ബോൾ എടുത്തിട്ട് നടുക്ക് പൊട്ടിക്കുക. എന്നിട്ട് ആദ്യം മസാല ഇടുക. എന്നിട്ട് ഓരോരോ സോസസ് ആയിട്ട് ഒഴിക്കുക. എന്നിട്ട് വായിലോട്ട് അങ്ങോട്ട് ഇടുക. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, പൊളി ടേസ്റ്റ് ആയിരുന്നു. 50 അതിൽ കൂടുതൽ പൂരി ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് തീർന്നതെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. പട്ടപ്പട്ടേന്നായിരുന്നു ഓരോരുത്തരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ്ടേ. ഇത് ഭയങ്കര ഫില്ലിംഗ് ആണ് കേട്ടോ. ഗൗരിയും ഫോറസ്റ്റും കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നേരത്ത് ഞാൻ 4-5 ഇടം പാർസലായിട്ട് കൊടുത്ത് വിടുകയും ചെയ്തു. നിമിഷം നേരം കൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പ്ലേറ്റുകളൊക്കെ തുടച്ചങ്ങോട്ട് വടിച്ചെടുത്തു. പിറ്റേ ദിവസം ഇതേ സമയമായപ്പോൾ ഉണ്ടല്ലോ വീണ്ടും ഒരു കൊതി. എന്തായാലും ഇന്നലെ പാനിപൂരി ട്രൈ ചെയ്തതല്ലേ, ബാക്കിയാണെങ്കിലോ വറുക്കാനായിട്ട് പൂരിയും ഉണ്ട്. അപ്പൊ ഇന്ന് സെയിം സംഭവം തന്നെ കഴിക്കുന്നില്ല, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ദഹി പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ചു. 2 സോസും സെയിം തന്നെയാണ്, ജസ്റ്റ് അതിൽ വെള്ളം ചേർത്ത് ലൂസ് ആക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മല്ലിയും പുതിനയും അരച്ചതിൽ വെള്ളം ചേർക്കാണ്ട് ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് വെക്കുകയാണ്. അതേപോലെ തന്നെ ടാമറിൻ സോസിലാണെങ്കിൽ പുളി വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ വറ്റിച്ചെടുക്കണില്ലേ, ആ ഒരു പൾപ്പ് മിക്സിയുടെ കുഞ്ഞു ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്ത് ഇച്ചിരിക്കോളം ശർക്കരപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി വെക്കുക. സോസിന്റെ ആ ഒരു കോംപ്ലക്ഷൻ ഒന്നും ശരിയായിട്ട് വന്നിട്ടില്ല, എന്നാലും ഇത് ഇത്രേ ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ഈ പൂരിയിൽ ഇടാനുള്ള മസാല എന്ന് പറയുന്നത് ബോയിൽഡ് പൊട്ടാറ്റോ മാത്രമാണ്. ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചു. അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തു. വേറെ ഒരു സ്പൈസും ആഡ് ചെയ്യണ്ട കേട്ടോ. ഇനി ദഹിപൂരിലേക്ക് വേണ്ടത് കേടാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന തൈര് യൂസ് ചെയ്താലേ അതിൽ ഭയങ്കര പുളിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ള കേടാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു ബൗളിൽ ഞാൻ ഇട്ട് വെച്ചത് നോർത്ത് ഇന്ത്യൻ കറുമുറയായ ഭേലാണ് കേട്ടോ. അത് ഈ ദഹിപൂരിയുടെ മുകളിലൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു സുഖം അത്ര തന്നെയുള്ളൂ. ഇനി വേറൊരു പാത്രത്തിലായിട്ട് കടിക്കുമ്പോൾ കുറച്ച് മധുരത്തിനായിട്ട് അനാറും ഇട്ട് വെച്ചിരുന്നു. ലാസ്റ്റ് ഒരു പ്ലേറ്റിന്റെ 2 അറ്റത്തായിട്ട് കുറച്ച് മുളക് പൊടിയും ജീരകപ്പൊടിയും കൂടി ഇട്ടു. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ സാധനങ്ങളും പൂരിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മുകളിൽ തൂവാനാണ്. ഡെക്കറേഷന് മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റും വരും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ ദഹിപൂരി എനിക്ക് പാനിപൂരിയുടെ അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷെ എൻ്റെ അനിയത്തിക്കും അമ്മയ്ക്കും ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടമായത്. അത് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് അല്ലേ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വീണ്ടും എന്തെങ്കിലും ഇങ്ങനത്തെ വെറൈറ്റി ഡിഷസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.